YKSന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൽപ്പാത്തിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ പോയത് രാമശ്ശേരിയിലേക്കാണ്. കൽപ്പാത്തിൽ നിന്ന് ഏകദേശം 8 കിലോമീറ്റർ അടുത്താണ് രാമശ്ശേരിയിലേക്കുള്ള ദൂരം. രാമശ്ശേരി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ കാര്യം പിടികിട്ടി കാണും. അവിടെയാണ് പാലക്കാട് നിന്നുള്ള അതിപ്രശസ്തമായ രാമശ്ശേരി ഇഡ്ഡലി കിട്ടുന്ന കടയുള്ളത്. നമ്മൾ കൽപ്പാത്തിൽ നിന്ന് രാവിലെ തന്നെ കാപ്പി കുടിച്ച് ഇഡ്ഡലിയും വടയും ഒക്കെ കഴിച്ചതാണ്. എന്നിരുന്നാൽ രാമശ്ശേരി ഇഡ്ഡലി അതൊന്ന് ടേസ്റ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. നമ്മൾ പാലക്കാട് വന്നിട്ട് അത് ടേസ്റ്റ് ചെയ്യാതെ പോകുന്നത് വലിയൊരു നഷ്ടം തന്നെയായിരിക്കും. രാമശ്ശേരിയിലേക്കുള്ള ശരിക്കുള്ള വഴി ഇത് തന്നെയാണോ എന്നറിയില്ല. കാര്യം ഞാൻ പല വീഡിയോയിലും കണ്ടിരിക്കുന്നത് കുറച്ച് വീതിയുള്ളൊരു റോഡാണ്. പക്ഷേ ഇത് വളരെ വീതി കുറഞ്ഞൊരു പാടത്തിന് നടുവിലൂടെയൊക്കെയാണ് പോകുന്നത്. ഇടയ്ക്കൊരു സ്ഥലത്ത് നിർത്തി വഴി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതുവഴി പോയാലും രാമശ്ശേരിയിലേക്ക് എത്തുമെന്നുള്ളതാണ്. ഗൂഗിളിൽ പലപ്പോഴും 5 മിനിറ്റും 3 മിനിറ്റും ഒക്കെ മുന്നേ കാണിക്കുന്ന വഴി പലപ്പോഴും ഷോർട്ട് കട്ടായിരിക്കും കാണിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ നമുക്കത് ഉപകാരപ്പെടാറുണ്ട്. കാര്യം വളരെ നല്ല കാഴ്ചകളൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. പക്ഷേ ചില സ്ഥലങ്ങളിൽ നമ്മൾ പെട്ടുപോകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് പറ്റ പോക്കായിരിക്കും. റോഡെന്ന് പറയുന്ന സംഭവമേ കാണത്തില്ല. വെറും കുണ്ടും കുഴിയും മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. പേരിനൊരു വഴി എന്നേ കാണുകയുള്ളൂ. പല സ്ഥലങ്ങളിലും അങ്ങനെ ഞാൻ പെട്ടുപോയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത് അതുപോലൊരു വഴിയിലാണ്. ഒരു പാടത്തിൻ്റെ നടുവിലൂടെയാണ് ഈ വഴി. ശരിക്കും ഒരു കാറ് പോകാനുള്ള വഴി മാത്രമേ ഉള്ളൂ. എതിരെ നിന്നൊരു ഓട്ടോയോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റൊരു കാറോ വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാൾ കംപ്ലീറ്റ് റിവേഴ്സ് പോകേണ്ടി വരും. ഏകദേശം 1.5-2 കിലോമീറ്ററോളം റിവേഴ്സ് പോകേണ്ടി വരും. അത്രയും ദൂരമുണ്ട് ഈ പാടത്തിൻ്റെ നടുക്കൂടെയുള്ള റോഡ്. എന്നിരുന്നാലും ഇവിടെ നിന്നുള്ള കാഴ്ച അടിപൊളിയാണ്. ചുറ്റും നെൽപ്പാടങ്ങളും അതിൻ്റെ നടുക്ക് അങ്ങിങ്ങായിട്ട് കുറേ അധികം കരിമ്പനകളും. നല്ലൊരു ഫ്രെയിമാണ് ഈ പാടത്തിൻ്റെ നടുവിലൂടെ പോകുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷെ നമുക്കിവിടെ നിർത്തി വീഡിയോയോ ഫോട്ടോയോ എടുക്കാൻ പറ്റത്തില്ല. കാരണം മറ്റൊന്നുമല്ല, മറ്റൊരു വണ്ടി എതിരെ വന്നു കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് ബാക്കിലേക്ക് പോകണം. പിന്നെ അത് അവർക്കും ബുദ്ധിമുട്ടാകും, നമുക്കും ബുദ്ധിമുട്ടാകും. വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് മറ്റൊരു വണ്ടി പുറകിൽ നിന്നോ മുന്നിൽ നിന്നോ വന്നു കഴിഞ്ഞാൽ വണ്ടി മാറ്റി കൊടുക്കാനായിട്ട് വേറെ ആരും എൻ്റെ കൂടെ ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നിർത്തി ഇറങ്ങി വീഡിയോ എടുക്കലൊന്നും നടക്കത്തില്ല. മുന്നിൽ വലതുവശത്തായിട്ട് കാണുന്ന ശ്രീ സരസ്വതി ടീ സ്റ്റാൾ എന്ന് പറയുന്ന ഈ കടയാണ് ശരിക്കും രാമശ്ശേരി ഇഡ്ഡലിക്കട. അതിൻ്റെ നേരെ എതിർവശത്തായിട്ടാണ് ശ്രീ രാമശ്ശേരി മന്നത്ത് ഭഗവതി ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത്. ഞാൻ വന്നതൊരു വെള്ളിയാഴ്ചയാണ്. വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ ആകണം ഇവിടെ അത്ര വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. സാധാരണ വീക്കെൻഡിലും അതുപോലെ തന്നെ അവധി ദിവസങ്ങളിലുമൊക്കെ ഇവിടെ ഭയങ്കര തിരക്കാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. എന്തായാലും ഞാൻ വരുമ്പോഴത്തേക്ക് ഒരുപാട് തിരക്കൊന്നുമില്ലായിരുന്നു. അകത്തു കയറി ഇഡ്ഡലി കഴിക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം പോയത് ഇവരുടെ അടുക്കള കാണുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാൻ വേണ്ടി. ഒരെണ്ണത്തിൽ 4 വെക്കുള്ളൂ. 3 എണ്ണം. ഇത് 3 അച്ചാണിത്. ചേച്ചിയുടെ വീടാണോ അതോ ചേച്ചിയുടെ ജോലി ചെയ്യുന്നത്? സാധാരണ നമ്മുടെയൊക്കെ വീടുകളിൽ ഇഡ്ഡലി ഉണ്ടാക്കുന്നത് പോലെ അച്ചിലല്ല ഇവരിതുണ്ടാക്കുന്നത്. പരമ്പരാഗതമായിട്ട് ഇവർ പിന്തുടർന്ന് വരുന്ന ഒരു രീതിയുണ്ട്. അതിങ്ങനെ മൺകലത്തിൻ്റെ മുകളിൽ കയറ് വരിഞ്ഞു കെട്ടി അതിൻ്റെ മുകളിലേക്ക് ഒരു തുണി വിരിച്ചിട്ട് ആ തുണിയുടെ മുകളിലാണ് ഇവർ മാവൊഴിച്ച് ആവിയിൽ വേവിച്ചെടുക്കുന്നത്. വർഷമായോ? രാമശ്ശേരി ഇഡ്ഡലിക്ക് മറ്റെല്ലാ സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ കഴിക്കുന്ന ഇഡ്ഡലിയെക്കാട്ടിലും വേറിട്ട് നിൽക്കുന്ന ഒരു ടേസ്റ്റാണ്. അത് ശരിക്കും കഴിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവുള്ളൂ. നമ്മൾ സാധാരണ കഴിക്കുന്ന ആ ഇഡ്ഡലിയുടെ ഒരു ടേസ്റ്റേ അല്ല ഇതിന്. വ്യത്യസ്തമായ അളവിൽ അരിയും ഉഴുന്നും ഉപ്പും ഉലുവയും ചേർത്തരച്ച് അത് പ്രത്യേകം തയ്യാറാക്കിയ ഒരു അച്ചിൻ്റെ മുകളിൽ ഒഴിച്ച് ആവിയിൽ വേവിച്ചെടുക്കുന്നതാണ് രാമശ്ശേരി ഇഡ്ഡലി. ഏകദേശം 150 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് ഈ കട നടത്തുന്നവരുടെ മുതുമുത്തശ്ശന്മാരായിട്ട് തുടങ്ങിയ കടയാണ് ഇപ്പം ഇവർ ഈ നടത്തിക്കൊണ്ടു പോകുന്നത്. ഇപ്പം നടത്തുന്നതെന്ന് പറയുന്നത് മൂന്നാമത്തെ തലമുറയാണ്. അതിന്റെ താഴെ മക്കളിപ്പോ 4ാമത്തെ തലമുറയിൽ അവര് ചെയ്യുന്നത്. അതിവിടെ തന്നെയാണോ? അത് അവര് വെളിയിലൊക്കെ പോയിട്ട് ചെയ്യുന്നുണ്ട്. അടുക്കളയിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞാൻ ഓർഡർ ചെയ്ത് ഒരു സെറ്റ് ഇഡ്ഡലി.
അതിൻ്റെ കൂടെ നമുക്ക് തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പാറുണ്ട്, ചുവന്നതും വെളുത്തതുമായിട്ടുള്ള 2 ചട്നി തരുന്നുണ്ട്. അത് കൂടാതെ കണ്ട് ഒരു കൂട്ടം ചമ്മന്തിപ്പൊടിയുണ്ട്. അത് നമുക്ക് എണ്ണയിൽ ചാലിച്ച് ദോശയുടെ കൂടെ കഴിക്കാവുന്നതാണ്. രാവിലെ കൽപ്പാത്തിൽ നിന്ന് കാപ്പി കുടിച്ചിട്ടാണ് ഇറങ്ങിയത്. എന്നിരുന്നാലും ഇവിടെ വന്ന് ഇത് കംപ്ലീറ്റ് കഴിച്ചിട്ടാണ് ഞാൻ നിർത്തിയത്. അതുപോലൊരു ടേസ്റ്റാണ്, വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് നമുക്ക് ഇവിടുന്ന് ഇതിന് കിട്ടുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും പാലക്കാട് വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ രാമശ്ശേരി ഇഡ്ഡലി അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കേണ്ടതിനാണ്. അത്രയ്ക്കും വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ്. അത് രാവിലെ 5 മണിക്ക് കട തുറക്കുമെങ്കിലും ഏകദേശം 6-6:30 മണിയോടുകൂടിയാണ് ഇവിടെ ഇഡ്ഡലിയും കാര്യങ്ങളൊക്കെ റെഡിയാകുന്നത്. അത് ഏകദേശം വൈകിട്ട് 8 മണി വരെ നമ്മൾക്ക് വന്നാൽ കഴിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ആകൃതി കൊണ്ട് ദോശയും ടേസ്റ്റ് കൊണ്ട് ഇഡ്ഡലിയും, അതാണ് രാമശ്ശേരി ഇഡ്ഡലി. മെയിനായിട്ട് വിൽക്കുന്നത് ഇഡ്ഡലി ആണെങ്കിലും മറ്റുള്ള സ്നാക്സുകളും ഒക്കെ ഇവിടെ അവൈലബിൾ ആണെന്നുള്ളതാണ്. ഏകദേശം 150 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് ഈ കട നടത്തുന്നവരുടെ മുതുമുത്തശ്ശന്മാരായിട്ട് ആരംഭിച്ചതാണ് രാമശ്ശേരി ഇഡ്ഡലിയുടെ കച്ചവടം. ഈ ഫോട്ടോയിൽ കാണുന്ന ആളുടെ മകളാണ് ഇപ്പോൾ ഈ കട നടത്തിക്കൊണ്ട് പോകുന്നത്. അതേപോലെ തന്നെ പല സെലിബ്രിറ്റീസും ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇവരോടൊപ്പം നിന്നെടുത്ത ഫോട്ടോസ് എല്ലാം ഇവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ രാമശ്ശേരി ഇഡ്ഡലിയൊക്കെ കഴിച്ച് അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ കണ്ടതിന് ശേഷം നേരെ ഇനി പോകുന്നത് കൊല്ലംകോട്ടേക്കാണ്. കൊല്ലംകോടിനെ കുറിച്ച് കേൾക്കാത്തവരും അറിയാത്തവരും വളരെ കുറച്ചു പേരെ ഉണ്ടാവുള്ളൂ. ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ ഗ്രാമങ്ങളിൽ തന്നെ ആദ്യത്തെ 10 എണ്ണത്തിൽ ഇടം പിടിച്ച സ്ഥലമാണ് നമ്മുടെ സ്വന്തം കൊല്ലംകോട്. ആ കൊല്ലംകോടേക്കാണ് ഇനിയുള്ള നമ്മുടെ യാത്ര. അങ്ങനെ നമ്മൾ രാമശ്ശേരിയിൽ നിന്ന് തത്തമംഗലം ടൗണും ഒക്കെ പിന്നിട്ട് നേരെ കൊല്ലംകോടേക്ക് പോവുകയാണ്. കൊല്ലംകോടേക്ക് അടുക്കും തോറും നമുക്ക് മൊത്തത്തിലുള്ള കാഴ്ചകളുടെ ഒരു രീതി മാറി വരുന്നുണ്ട്. രാമശ്ശേരിയിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ ഉണ്ട് കൊല്ലംകോട് ടൗണിലേക്ക്. അവിടെ നിന്ന് വീണ്ടും നമ്മൾ കുറച്ചുകൂടെ യാത്ര ചെയ്താലേ അവിടെയുള്ള കാഴ്ചകളിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. രാമശ്ശേരിയിൽ നിന്ന് പുറപ്പെട്ട് ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ കൊല്ലംകോട് ടൗണിലേക്ക് എത്തി. നമ്മൾ കൊല്ലംകോട് ടൗണിൽ വന്നതിന് ശേഷം നേരെ പോയത് വെള്ളരിമേട് വാട്ടർഫോൾസ് കാണാൻ വേണ്ടിയിട്ടാണ്. ഈ കാണുന്നതാണ് കൊല്ലംകോട് ടൗണ്. ഒരുപാട് വലിയ തിരക്കുകളൊന്നുമില്ല. കാര്യം ഞാൻ വന്നത് വീക്ക് ഡേയ്സിലാണ്, അതുകൊണ്ടാണെന്ന് തോന്നുന്നു വലിയ തിരക്കൊന്നുമില്ല ഇവിടെ. കൊല്ലംകോട് നിന്നും ഏകദേശം 6 കിലോമീറ്ററാണ് വെള്ളരിമേട് വാട്ടർഫോൾസിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത്. കൊല്ലംകോട് ടൗണിൽ നിന്ന് നമ്മൾ ഉള്ളിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് മൊത്തത്തിലുള്ള ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ മാറി തുടങ്ങി. നെല്ലിയാമ്പതി മലനിരകളും അതിൻ്റെ താഴെയായിട്ട് ഒരുപാട് നെൽപ്പാടങ്ങളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ശരിക്കും ഞാൻ ആലപ്പുഴക്കാരനാണെങ്കിലും ഇത്രയധികം നെൽകൃഷി ശരിക്കും ആലപ്പുഴയിൽ പോലും ഞാൻ കണ്ടിട്ടില്ലെന്നുള്ളതാണ്. കരയിലും പാടത്തും ഒക്കെ ആയിട്ട് എവിടെ നോക്കിയാലും നെൽകൃഷി തന്നെയാണ് പാലക്കാട്. വെള്ളരിമേട് വാട്ടർഫോൾസിലേക്ക് പോകുന്ന വഴിക്ക് അതിമനോഹരമായൊരു കാഴ്ച കണ്ടിട്ടാണ് വണ്ടി നിർത്തിയത്. ഈ ഒരു വീടും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നെല്ലിയാമ്പതി മലയും അതിൻ്റെ വാതുക്കെ തന്നെ ഒരുപാട് ആളുകളെ നിന്നിട്ട് നെല്ലുണക്കുന്ന കാഴ്ചയും വളരെ മനോഹരമായിട്ടൊരു കാഴ്ചയാണ്. അവിടെ ഇറങ്ങി അവരോട് സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് നമ്മൾക്കിത് വളരെ മനോഹരമായ കാഴ്ചയാണ്, പക്ഷെ അവർക്കിത് വളരെ പെട്ടെന്ന് തീർക്കേണ്ട ഒരു പ്രോസസ്സാണ്. കാര്യം ഇപ്പോൾ ഈ കാണുന്ന വെയിൽ പോയി കഴിഞ്ഞാൽ ഈ നെല്ല് ഉണക്കിയെടുക്കാൻ പറ്റത്തില്ല. ഇന്നലെ രാത്രി മഴ പെയ്തപ്പോഴത്തേക്ക് കുറച്ച് നെല്ല് നനഞ്ഞു പോയത് ഉണക്കിയെടുക്കുവാണ് അവരിവിടെ. ഈ കാണുന്ന നെല്ല് അത്രയും അരിയാക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. ഈ കാണുന്നത് അത്രയും കേരളത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് കൊടുത്തയക്കാനായിട്ടുള്ള നെൽവിത്തുകളാണ്. ഇവിടെ നിന്ന് ഇവരോട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് വാട്ടർഫോൾസിൽ അധികം വെള്ളമൊന്നുമില്ല, വറ്റി കിടക്കുവാണ്. ഇവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ വാട്ടർഫോൾസിലേക്ക്. എന്തായാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് അവിടെ പോയി ആ കാഴ്ച ഒന്ന് കണ്ടിട്ട് പോരാൻ തന്നെ തീരുമാനിച്ചു.
ഈ വീടിരിക്കുന്നത് ഒരു പാറയുടെ മുകളിലായിട്ടാണ്. ഇതിന്റെ പുറകുവശത്ത് കാണുന്നത് നെല്ലിയാമ്പതി മലനിരകളും ഇതിന്റെ മുമ്പിലേക്ക് നോക്കിയാൽ അങ്ങ് കണ്ണെത്താ ദൂരത്തോളം പാടശേഖരങ്ങളുമാണ്. ഏകദേശം 100 വർഷത്തിലധികം പഴക്കമുള്ള ഈ വീട് ഇപ്പോഴും ആ പഴമ നിലനിർത്തിക്കൊണ്ട് പനയോല വെച്ച് തന്നെയാണ് മുകളെല്ലാം മേഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ സൈഡ് ഭിത്തിയെല്ലാം മൺകട്ടകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ കാണുന്ന നെല്ല് ശേഖരണത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ വീട് ഉപയോഗിക്കുന്നത്. ഇത്തരത്തിലുള്ള കാഴ്ചകളാണ് ശരിക്കും കൊല്ലങ്കോടിനെ കേരളത്തിലെ മറ്റ് ഗ്രാമങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. കുറച്ചു നേരം അവിടെ നിന്ന് അവരോട് സംസാരിച്ച് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം വെള്ളരിമേട് വാട്ടർഫോൾസിലേക്കാണ് പോകുന്നത്. നമ്മൾ കുറച്ചുകൂടി ദൂരം മുമ്പിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് താറിട്ട റോഡ് ഏകദേശം തീർന്നു കഴിഞ്ഞു. ഇനി അങ്ങോട്ട് മണ്ണ് റോഡാണ്. അത്യാവശ്യം ഓഫ് റോഡ് കയറുന്ന ഒരു ഫീലാണ് നമുക്കിവിടെ പോകുമ്പോൾ ഉള്ളത്. നമ്മൾ പോകുന്ന റോഡിന്റെ ഇരുവശത്തും തെങ്ങിൻ തോപ്പാണുള്ളത്. തന്നെയുമല്ല അതിന് ഇലക്ട്രിക് ഫെൻസിങ്ങും ഉണ്ട്. വന്യമൃഗങ്ങൾ കയറാതിരിക്കാനായിട്ടാണെന്നാണ് തോന്നുന്നത്. ചെറിയ വണ്ടികളുമായിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ അടി തട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കുറച്ച് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഒരു പാറയുടെ പുറത്തേക്കുള്ള കയറ്റമാണ്. എന്തായാലും ആ പാറപ്പുറത്തൂടെയുള്ള കയറ്റമൊക്കെ കയറി ഇവിടെ ഈ വെള്ളരിമേട് വാട്ടർഫോൾസിന്റെ അവിടെ എത്തി. ഈ പാറപ്പുറത്ത് ഇവിടെ വണ്ടി നിർത്തിയതിനു ശേഷം കുറച്ച് ദൂരം അങ്ങോട്ട് ഇറങ്ങി നടന്നാലാണ് നമുക്ക് വാട്ടർഫോൾസ് കാണാൻ പറ്റുന്നത്. ശരിക്കും പറഞ്ഞാൽ വാട്ടർഫോൾസ് നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ സാധിക്കത്തില്ല. അത് കുറച്ചുള്ളിലോട്ടാണ് നിൽക്കുന്നത്. നമുക്ക് അതിന്റെ ആ ഒരു കൈവഴി മാത്രമാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ വെള്ളരിമേട് വാട്ടർഫോൾസ് ഇവിടെ അല്ല, അതിനും കുറച്ച് മുകളിലേക്ക് മാറിയിട്ടാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വെള്ളം ഒഴുകി പോകുന്ന വഴിയാണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ കാണാൻ പറ്റുന്നത്. ഇവിടെ ഒരു ചെറിയ ചെക്ക് ഡാം പോലെ ഒരു കെട്ടൊക്കെ ഉണ്ട്. ഇവിടെ നിന്നാണ് ഈ വെള്ളം ഒഴുകി താഴേക്ക് പോകുന്നത്. മഴക്കാലം അല്ലാത്തതിനാലാണ് അത്ര വലിയ ആക്റ്റീവ് അല്ല വാട്ടർഫോൾസ്. ചെറിയ കുറച്ചൊരു വെള്ളം ഒഴുകുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ. ശരിക്കും വെള്ളരിമേട് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് മഴക്കാലത്ത് വരുന്നതായിരിക്കും നല്ലത്. അപ്പോഴായിരിക്കും കുറച്ചുകൂടെ വെള്ളമൊക്കെ ഉണ്ടായിട്ട് ഇവിടെ ഇത്തിരി കാണാൻ ഭംഗിയുണ്ടാകുക. ഇവിടെ ഈ പാറപ്പുറത്ത് 2 കടകളുണ്ട്. അവിടെ ഈ കരിക്ക് അതുപോലെ തന്നെ ചായയും കാര്യങ്ങളും ഒക്കെ കിട്ടും. അവിടെ നിന്ന് ഒരു കരിക്കൊക്കെ മേടിച്ച് കുടിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് എന്തായാലും തിരിച്ചു പോവുകയാണ്. വെള്ളമില്ലാതിരുന്നതിനാലും ആവാം എനിക്കെന്തായാലും വെള്ളരിമേടിലെ കാഴ്ച അത്രയ്ക്കൊരു മനോഹരമായിട്ടൊന്നും തോന്നിയില്ല. അവിടെ കണ്ട ആ ഒരു കടയിൽ നിന്നൊരു കരിക്കൊക്കെ മേടിച്ച് കുടിച്ച് കുറച്ചു നേരം അവിടെ നിന്നതിന് ശേഷം നേരെ അവിടെ നിന്ന് തിരിച്ചു പോന്നു. അവിടെ നിന്ന് തിരികെ വരുന്ന വഴിക്കാണ് ഇവിടെ ഒരു സ്ഥലത്ത് ഒരു ചെറിയ കള്ള് ഷാപ്പ്, അത് ഉള്ളിലേക്ക് കയറി ഒരു കള്ള് ഷാപ്പ് കണ്ടത്. ഞാൻ കരുതിയത് പനങ്കള്ളായിരിക്കും എന്നാണ്. പക്ഷെ എന്തായാലും പനങ്കള്ളല്ല, തെങ്ങിൻകള്ളാണ്. അവിടെ കയറി കുറച്ചു നേരം അവരോട് വർത്തമാനമൊക്കെ പറഞ്ഞ് അവിടുന്ന് ഒരു ഗ്ലാസ് കള്ള് മേടിച്ച് കുടിച്ചോണ്ട് നേരെ പോകുന്നത് താമരപ്പാടത്തേക്കാണ്. ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് താമരപ്പാടം വ്യൂ പോയിന്റ് കാണാനാണ്. അതുവഴി തന്നെയാണ് സീതാർകുണ്ട് വാട്ടർഫോൾസ് ഒക്കെ പോകുന്നത്. കൊല്ലങ്കോട് ടൗണിൽ നിന്ന് ഏകദേശം ഒരു 6 കിലോമീറ്റർ ദൂരമുണ്ട് താമരപ്പാടം വ്യൂ പോയിന്റിലേക്ക്. ഏതാണ്ട് ഒരു 12:30 മണിയായപ്പോഴത്തേക്കും താമരപ്പാടത്തേക്ക് എത്തി. താമരപ്പാടത്തുള്ള ഈ ഒരു വീട് നമ്മളിൽ പലരും പല റീൽസിലും വീഡിയോസിലും ഒക്കെ കണ്ടിട്ടുള്ളത് തന്നെയാണ്. ഇവിടെ എത്തിയത് നട്ടുച്ച നേരമായതുകൊണ്ട് താമരപ്പാടത്തേക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ചകളോ വീഡിയോസോ ഒന്നും എടുക്കാൻ സാധിക്കുന്നതല്ല. നല്ല വെയിലാണ്. അങ്ങനെ ഈ വീടിന്റെ മുന്നിൽ നിൽക്കുമ്പോഴാണ് ഈ വീട്ടിലെ സീജുവിനെ പരിചയപ്പെടുന്നത്. ഉച്ചവെയിലിന്റെ ശക്തി ഒന്ന് കുറയുന്നത് വരെ സീജുവിനോടൊപ്പം അവിടെ വീട്ടിലിരുന്ന് അതിനുശേഷം സീജുവിനെയും കൂട്ടിയാണ് താമരപ്പാടം കാണാനായിട്ട് ഇറങ്ങിയത്. നമ്മൾ അവിടെ പാർക്കിങ്ങിൽ വണ്ടി നിർത്തി ഇറങ്ങി. ഇവിടെ പാർക്ക് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഈ പാടശേഖരത്തിന്റെ ഉള്ളിലേക്ക് കടക്കുന്നതിനും ഒക്കെ എൻട്രി ഫീസ് ഉണ്ട്. എന്തായാലും സീജു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് കാരണം നമ്മുടെ കയ്യിൽ നിന്ന് എൻട്രി ഫീസ് ഒന്നും മേടിച്ചിട്ടില്ല. കാരണം സീജുവിന്റെ അമ്മയും സുഹൃത്തുക്കളും ഒക്കെ ഇവിടെ വർക്ക് ചെയ്യുന്നവരാണ്. ആലപ്പുഴയിൽ ജനിച്ചു വളർന്ന ഞാൻ ഒരുപാട് നെൽകൃഷികളും നെൽപ്പാടങ്ങളും കണ്ടിട്ടുണ്ടെങ്കിലും അതിൽ നിന്നുള്ള എല്ലാ കാഴ്ചകളെയും മാറ്റിമറിക്കുന്ന ഒരു രീതിയാണ് നമുക്കിവിടെ കൊല്ലങ്കോട് ഈ താമരപ്പാടത്ത് കാണാൻ സാധിക്കുന്നത്. നെൽകൃഷിയെയും നെൽപ്പാടങ്ങളെയും ഏതൊക്കെ രീതിയിൽ ഉപയോഗപ്പെടുത്താം, അല്ലെങ്കിൽ അതിൽ നിന്ന് എങ്ങനെയൊക്കെ വരുമാനം ഉണ്ടാക്കാം എന്നുള്ളതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് ഇവിടെ ഈ താമരപ്പാടം. നമ്മൾ വന്ന സമയത്ത് വലിയ തിരക്കൊന്നുമില്ല. ഇത് വീക്ക് ഡേയ്സ് ആയതുകൊണ്ടാണ്. അതല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല തിരക്കുള്ള സ്ഥലമാണിത്. തന്നെയുമല്ല ഉച്ച കഴിഞ്ഞൊരു 4:30-5 മണി കഴിയുമ്പോഴത്തേക്കാണ് ഇവിടെ തിരക്ക് കൂടുന്നത്. നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മൾ വേറെ ഏതോ ഒരു ലോകത്തെത്തിയൊരു ഫീലാണ്. ഈ നെല്ലിയാമ്പതി മലനിരകളും അതിന്റെ താഴ്വാരത്ത് ഇതുപോലൊരു പാടശേഖരവും അതിന് ചുറ്റും അതിൽ ഓരോ വരമ്പുകളെയും വേർതിരിച്ചുകൊണ്ട് ജമന്തി പൂക്കളും അതുപോലെ തന്നെ വാടാമല്ലി പൂക്കളും എല്ലാം നട്ടു അതിമനോഹരമാക്കി വെച്ചിരിക്കുന്ന ഒരു പാടശേഖരമാണിത്. ഈ പാടശേഖരത്തേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ കിട്ടുന്ന
ഒരു ഫീൽ എന്ന് പറയുന്നത് അതൊരു വല്ലാത്തൊരു അനുഭൂതി തന്നെയാണ്. അത്രയ്ക്കും മനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ എന്നുള്ളതാണ്. ഈ നെൽപ്പാടത്തിന് നടുവിലൂടെയുള്ള വരമ്പുകളിലെല്ലാം തന്നെ അവർ പൂക്കൾ വെച്ച് പിടിപ്പിച്ച്, പല കളറിലുള്ള പൂക്കൾ വെച്ച് പിടിപ്പിച്ച് അതിനെ മനോഹരമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു വ്യക്തിയുടെ മനസ്സിൽ തോന്നിയ ഈ ഒരു ഐഡിയ ഒരുപാട് പേർക്ക് ഉപജീവന മാർഗവും ആകുന്നുണ്ട്. നമ്മളെപ്പോലുള്ള ഒരുപാട് പേർക്ക് ഇതൊരു കാഴ്ചയുടെ വിസ്മയ ലോകവും ഒരുക്കുന്നുണ്ട്. വരുന്നവർക്ക് ഇവിടെ റെസ്റ്റ് എടുക്കാനായിട്ട് ചെറിയ ഹട്ടുകൾ ഇവിടെ പണിത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇരിക്കാനുള്ള ബെഞ്ചുകളും ഒക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഒരു കൊമ്പനാനയുടെ പ്രതിമയും ഈ പാടത്തിന്റെ നടുവിലായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട്. ഈ പാടത്തിന്റെ നടുവിൽ അങ്ങിങ്ങായിട്ട് തല ഉയർത്തി നിൽക്കുന്ന കരിമ്പനകൾ ഈ പാടശേഖരത്തിന്റെ അഴക് ഒന്നുകൂടെ വർദ്ധിപ്പിക്കുന്നുണ്ടെന്നുള്ളതാണ്. പാലക്കാടിന്റെ പ്രകൃതി ഭംഗി പോലെ തന്നെയാണ് ഇവിടെയുള്ള ആൾക്കാരുടെ സ്വഭാവം. വളരെ ശാന്തമായ സ്വഭാവവും സ്ഫുടതയോടെയുള്ള സംസാര ശൈലിയും. കൊല്ലങ്കോടിന്റെ കാഴ്ചകൾ എത്രത്തോളം മനോഹരമാണോ അത്രത്തോളം തന്നെ മനോഹരമാണ് ഇവിടെയുള്ള ആൾക്കാരുടെ സ്വഭാവവും. വളരെ ശാന്തമായ സ്വഭാവമാണ്. അതുപോലെ തന്നെ വളരെ സ്ഫുടമായിട്ടുള്ള സംസാര രീതിയും. അങ്ങനെ താമരപ്പാടത്ത് നിന്നുള്ള കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം സിജുവിനെയും കൂട്ടി ഞാൻ നേരെ പോയത് നമ്മുടെ പാലക്കാടിന്റെ ഐക്കോണിക് സ്റ്റാർ ആയിട്ടുള്ള നമ്മുടെ സ്വന്തം ചെല്ലഞ്ചേട്ടന്റെ ചായക്കടയിലേക്കാണ്. ചെല്ലഞ്ചേട്ടന്റെ ചായക്കടയെ കുറിച്ച് നമ്മൾ ഒരുപാടൊന്നും പറയേണ്ട കാര്യമില്ല. കാര്യം ഒരുപാട് തവണ ഒത്തിരി വീഡിയോസിലും മറ്റുമായിട്ട് നമ്മൾ കണ്ടും കേട്ടും അറിഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ ഞങ്ങളും അവിടെ എത്തി. ഞങ്ങൾ വരുമ്പോഴത്തേക്ക് അവിടെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വീക്കെൻഡ് അല്ലാതിരുന്നതുകൊണ്ട് ഇങ്ങനെ ഒരു ഉപകാരം നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിയെന്നുള്ളതാണ്. അതല്ലെന്നുണ്ടെങ്കിൽ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ഭയങ്കര തിരക്കായിരിക്കും. നമുക്ക് ശരിക്കും ആ സ്ഥലത്തിന്റെ ഭംഗിയൊന്നും ആസ്വദിക്കാൻ പറ്റിയെന്ന് വരില്ല. ചേട്ടൻ തുടങ്ങി. നമ്മളിവിടെ വന്നപ്പോൾ ഇവിടെ നിന്ന് പരിചയപ്പെട്ടതാണ് അനന്തുവിനെയും ഫ്രണ്ട്സിനെയും. അവർ മലപ്പുറത്തു നിന്നാണ് വരുന്നത്. അവരും പാലക്കാട് കാണാനായിട്ട് വന്നതാണ്. 50 വർഷങ്ങൾക്ക് മുമ്പ് ചെല്ലഞ്ചേട്ടൻ തുടങ്ങിയ ചായക്കടയാണിത്. ഇന്നും ചെറിയ മെയിൻ്റനൻസുകൾ മാത്രമാണ് ഇതിന് നടത്തിയിട്ടുള്ളത്. ഇപ്പോഴും പഴമ അതുപോലെ തന്നെ ഒട്ടും കൈവിടാതെ കണ്ട് നിലനിർത്തിക്കൊണ്ടു പോകുന്ന ഈ ഒരു ചായക്കട തന്നെയാണ് കൊല്ലങ്കോടിന്റെ മുഖമുദ്ര എന്ന് തന്നെ പറയാൻ പറ്റും. ചെല്ലഞ്ചേട്ടൻ്റെ കടയിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ കേട്ടും കണ്ടും അറിഞ്ഞതിന് ശേഷം അവിടെ നിന്നൊരു ചായയും കുടിച്ച് അവിടെ നിന്ന് നമ്മൾ ഇനി പോകുന്നത് കൊല്ലങ്കോടിന്റെ മറ്റ് അതിമനോഹരങ്ങളായ കാഴ്ചകളിലേക്കാണ്. ആ കാഴ്ചകളെല്ലാം തന്നെ ഈ ഒരൊറ്റ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധിക്കാത്തത് കാരണം ആ കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.